ഗുഡ് മോർണിംഗ്. പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പക്ഷി അവർ ദീമക്, ഗജാനൻ മാധവ് മുക്തിബോധ് എഴുതിയ പക്ഷി അവർ ദീമക് എന്ന് പറയുന്ന കഥയുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവാവായ ഒരു പക്ഷി ഉണ്ടായിരുന്നു. അച്ഛനും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് പറന്ന് കളിച്ച് നടന്നിരുന്നതാണ്. പക്ഷെ അവന് ഇടയ്ക്ക് ആരെ കാണുന്നു? ഒരു ഗാഡിവാലയെ കാണുന്നു. അവൻ്റെ പ്രിയ ഭോജ്യമായ ചിതൽ അയാൾ വിൽക്കുന്നുണ്ടായിരുന്നു. അതും എങ്ങനെ? രണ്ട് ചിതൽ കൊടുക്കുമ്പോൾ ഒരു ചിറക് മീൻസ് എന്താണ്? തൂവല എന്നെടുത്താൽ മതി. ഒരു ചിറകായിട്ട് കൊടുക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോ തൂവല വീതം എന്ത് ചെയ്യാണ്? കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അടുത്ത് നോക്കാം. കുച്ച് ദിനവും തക്ക് ഐസാഹി ചൽത്താരഹ. കുറച്ച് ദിവസം അങ്ങനെ തന്നെ നടന്നു. എങ്ങനെ തന്നെ നടന്നു? ദിവസം ഉച്ചയ്ക്ക് ശേഷം ആൾ വരും, ഈ വണ്ടിക്കാരനെ കാണും, 2 ചിതൽ വാങ്ങും, കഴിക്കും, ഒരു ചിറകം കൊടുക്കും. ഒരു ചിറകം മീൻസ് ഒരു തൂവലം കൊടുക്കും. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഒരു ദിവസം ഇതാര് കണ്ടു? ഈ പക്ഷിയുടെ പിതാവ് കണ്ടു ഇവൻ ഈ ചെയ്യുന്നത്. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഉസ്നെ സമച്ചാനെ കി കോശിശ് കി. അപ്പോൾ പിതാവ് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉസ്സെ സമച്ചാനേക്ക് കോശിശ്. സമച്ചന മനസ്സിലാക്കുക, സമച്ചാന മനസ്സിലാക്കിക്കുക, പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ബേട്ടെ ദീമക്കെ ഹമാര സ്വാഭാവിക ആഹാർ നഹീം ഹെ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എൻ്റെ കുഞ്ഞെ, ദീമക് എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണം അല്ല. അതിനുവേണ്ടി നീ എന്ത് ചെയ്യരുത്? ചിറക് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ തയ്യാറാകരുത്. കാരണം ദീമക് ഒരിക്കലും നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. അവർ ഉൻകേലി അപ്പനെ പങ്കുത്തോ ഹർഗിസ് നഹീം ദിയേ ജാ സക്തേ. അതിനുവേണ്ടി നീ ചിറക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അത് ശരിയല്ല, അത് തെറ്റാണ്. കാരണം നമുക്ക് നമ്മുടേതായ സ്വാഭാവികമായ ആഹാരമുണ്ട്. അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കഴിച്ച് ജീവിക്കുക. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സ്വാഭാവികമല്ല, നമ്മുടെ ആഹാരമല്ലാത്ത അത് കഴിക്കുന്നത് ശരിയല്ല എന്ന് ഒരു ദിവസം അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? അവനോട് പറഞ്ഞു, ഹർഗിസ് നഹീം ദിയാ ജാ സക്തേ. ഒരിക്കലും കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. ശരിയല്ല കുഞ്ഞെ, അത് തെറ്റാണെന്ന് പറഞ്ഞു. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया. പക്ഷെ ആ നൗജവാൻ പക്ഷി, ആ യുവാവായ പക്ഷി, ബഡേ ഹി ഗർവ് സെ, വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ അപ്പന മുഖ ദൂസരി ഓർ കർ ദിയ. മുഖം തിരിച്ചു കളഞ്ഞു പിതാവ് പറഞ്ഞത് കേട്ട്. സ്വാഭാവികമാണ്. കാരണം യുവരക്തം എന്നൊക്കെ പറയുമ്പോൾ തിളയ്ക്കുമെന്ന് പറയുന്നത് പോലെ നമ്മളും അങ്ങനെയാണ്. മാതാപിതാക്കൾ പറയുന്നതൊന്നും അനുസരിക്കില്ല. അവരുപദേശിക്കുന്നതൊക്കെ ഉപദേശം കേൾക്കാനേ നമുക്ക് താല്പര്യമില്ല. അവർ നല്ലതിനായിരിക്കും പറയുന്നത്, നമ്മളത് കേൾക്കാൻ തയ്യാറല്ല. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അവൻ തിരിഞ്ഞു നിന്നു. ഉസെ സമീൻ പർ ഉതർക്കർ ദീമക്കെ ഖാനേക്ക് ചട് ലഗി ഗയി തി. കാരണം മറ്റൊന്നുമല്ല, അവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ ഈ ചിതല് കഴിക്കുന്നത് അവൻ്റെ ഒരു ദൈനംദിന ചര്യയായി മാറി. അതൊരു താല്പര്യമായി മാറി. അബ് ഉസെ നത്തോ ദൂസരെ കീട അച്ചലെത്തി. ഇപ്പോഴവന് മറ്റ് പ്രാണികൾ അവന് നല്ലതായി തോന്നാറേ ഇല്ല. ഒരു താല്പര്യവുമില്ല. മറ്റു പ്രാണികളോടുള്ള ഇൻട്രസ്റ്റേ പോയി. ആകെ എന്തിനെ മാത്രം ആശ്രയിച്ചു? ഈ ഒന്നിനെ മാത്രം. ന ഫൽ ന അനാജ് കേദാനെ. അവന് പഴവർഗ്ഗങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അനാജ് ധാന്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും വേണ്ട. എന്ത് മാത്രം മതി? ദീമക് മതി. ദീമക്കോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ. കാരണം മറ്റൊന്നുമല്ല, ഈ ദീമക് എന്ന് പറയുന്ന ആ ഒരു ആഹാര പദാർത്ഥത്തിനോട് അവന് ഭയങ്കരമായ ഒരു താല്പര്യം. നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുതിർന്നവർ നമ്മളെ ഇതുപോലെ ഉപദേശിക്കാറുണ്ട് പല കാര്യങ്ങളിലും. പക്ഷെ നമ്മളത് കേൾക്കാറില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഇവിടെ ഈ പിതാവായ പക്ഷി മകനെ എന്ത് ചെയ്തു? ഒരുപാട് നല്ല രീതിയിൽ ഉപദേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആര് കേൾക്കാൻ തയ്യാറില്ലായിരുന്നു? നമ്മുടെ നവജവാൻ പക്ഷി കേൾക്കാൻ തയ്യാറേ അല്ലായിരുന്നു. നമുക്ക് ഇവിടെ 2 ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഒന്ന്, പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ദീമക് ലേത്താ ഹെ, യഹാം പക്ഷി കാ കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. പക്ഷി തൻ്റെ പങ്ക് ദേക്കർ, തൻ്റെ ചിറക് തൂവൽ നൽകിക്കൊണ്ട് ദീമക് ലേത്താ ഹെ, ഈ ചിതലിനെ വാങ്ങുന്നുണ്ട്. യഹാം പക്ഷി കാ കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? കാരണം സ്വാഭാവികമായ ആഹാരം തേടുന്നതിന് രീതിയുണ്ട്. സ്വാഭാവികമായ ആഹാരം തേടുന്നത് എങ്ങനെയാണ് പക്ഷികൾ? അത് കുറേ ദൂരമൊക്കെ പറന്ന് എവിടെന്നെങ്കിലുമൊക്കെ കണ്ടെത്തി അങ്ങനെ, അതായത് അധ്വാനിച്ച് ജീവിക്കണം.
കാം കർക്കെ കുച്ച് കമാനാ ഹൈ, ജോലി ചെയ്ത് സമ്പാദിക്കണം, അതിൽ നിന്നുമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇവൻ അതിന് തയ്യാറല്ല. ഇവൻ നോക്കിയപ്പോൾ എളുപ്പമാർഗമാണ്. എന്താണ്? ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ വന്നിരുന്നത് കിസിയൊക്കെ പേടുക്കെ ഊപ്പർ ബൈറ്റ് ജായത്തോ ഗാഡിവാല ആ ജായെങ്കിൽ ആഘാർ ദേങ്കി, ഗാഡിവാല വരും, ഭക്ഷണം നൽകും. പക്ഷെ അവിടെ പോകുന്നത് എന്താണ്? പറക്കാനുള്ള കഴിവാണ് ചിറക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഓരോ തൂവലുകൾ പോയി അവസാനം ചിറക് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ്? കാം കിയേ ബിന ഭോജൻ കർണ, ജോലി ചെയ്യാതെ ഭക്ഷണം കഴിക്കുക, അതായത് അധ്വാനിക്കാതെ ജീവിക്കുക. ആ ഒരു മനോഭാവം നമുക്കവിടെ വളരെ വ്യക്തമായി. പിതാവ് ഉപദേശിക്കാൻ ശ്രമിച്ചു. പിതാവ് എന്താ ഉപദേശിച്ചത്? ഇത് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. സ്വാഭാവിക ആഹാരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. സ്വാഭാവിക ആഹാരം ഢൂണ്ടിനാപ്പടയുക, അന്വേഷിക്കേണ്ടി വരും. അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അധ്വാനിക്കേണ്ടി വരും. അതിനുവേണ്ടി പറന്ന് പലയിടത്തു നിന്നൊക്കെ ആയിട്ടായിരിക്കും സ്വാഭാവിക ആഹാരം കൊത്തിയൊക്കെ എടുക്കേണ്ടത്. പക്ഷെ ആ അധ്വാനത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? എളുപ്പമാർഗം നോക്കുന്നത്. അപ്പം നമ്മളുടെ അടുത്ത് മാതാപിതാക്കൾ അധ്വാനിക്കുന്നതിനെക്കുറിച്ച് ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ. കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് തരുന്ന ഉപദേശം എന്തായിരിക്കും? നല്ല രീതിയിൽ പഠിക്കണമെന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പരീക്ഷകളിലൊക്കെ നമുക്ക് നല്ല മാർക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപദേശങ്ങളായി മാത്രം മാറ്റി നിർത്താതെ കുറച്ചൊക്കെ അതിലൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മുടെ താല്പര്യങ്ങൾ മാത്രമാണ് ഏറ്റവും ശരി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദീമക്കേം ഹമാര സ്വാഭാവിക ആകാർ നഹീം ഹെ और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ദീമക് നമ്മുടെ ഒരിക്കലും സ്വാഭാവികമായ ആഹാരമല്ല, അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചിറക് കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞു. ഇസ് കഥൻ കെ ആധാർ പർ വർത്തമാന സംസ്കൃതി കാ വിശ്ലേഷൺ കരേ, ആ വാക്കുകളെ ആധാരമാക്കിക്കൊണ്ട് ഇന്നത്തെ സംസ്കാരത്തെ വിശ്ലേഷണം ചെയ്യാൻ. ഇതിനെ ആധാരമാക്കിയിട്ട് ഇന്നത്തെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം കുട്ടികളുടെ അവസ്ഥ അത് തന്നെയാണ്. നവജവാൻ പക്ഷി എന്ന് പറയുമ്പം ഒരു യുവത്വം കടന്നു വരുന്ന ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന നമ്മുടെ സമൂഹത്തെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് കേരളം എടുക്കുകയാണെങ്കിൽ. കാരണം ഏറ്റവും കൂടുതൽ ബംഗാളികൾ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. മനസ്സിലായില്ല എന്താ കാര്യം? എന്നിട്ട് ഇവിടെ ഇരുന്ന് തന്നെ നമ്മൾ പറയുകയും ചെയ്യും നമുക്ക് ജോലിയില്ല, നമുക്ക് സർക്കാർ ഇപ്പോൾ ജോലി തരണമെന്ന്. ആകെ കൂടെ 5 ലക്ഷം പേരാണ് സർക്കാർ തസ്തികയിലുള്ളത്. ഗവൺമെൻറ് ജീവനക്കാരായിട്ടുള്ളത് 5 ലക്ഷം പേരാണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 3 കോടിക്ക് മുകളിലുണ്ട്. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? 5 ലക്ഷം പേർക്കാണ് മാക്സിമം പരമാവധി സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല. നമ്മുടെ യുവാക്കളുടെ പ്രത്യേകത എന്താണ്? സർക്കാർ ഇന്ന് തരും, ജോലി തരും, നാളെ തരുമെന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മറ്റൊരു ജോലിയും ചെയ്യാൻ തയ്യാറല്ല. ഇവിടെ സ്വാഭാവിക ആഹാരം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഭാവികമായ ഒരു രീതിയുണ്ട്, പരമ്പരാഗതമായി വളർന്നു വരുന്നത്. ആ പരമ്പരാഗതമായ രീതിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആരും തയ്യാറല്ല. ഇപ്പം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്ന് പറഞ്ഞു. കൃഷിയൊക്കെ മാറിപ്പോയി. കൃഷി ചെയ്യാൻ ഇന്ന് എത്ര പേർ തയ്യാറായി വരുന്നുണ്ട്? കൃഷിക്ക് കൃത്യമായ മൂല്യം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ചെയ്യാൻ ആൾക്കാർ തയ്യാറായി വരുമ്പോൾ അതിനനുസരിച്ച് മൂല്യങ്ങളിലേക്ക് എത്താൻ പറ്റും. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആ ഭാഗത്തോട്ടൊന്നും കിടക്കണ്ട. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കുലത്തൊഴിലുകളുണ്ട്. ഈ കുലത്തൊഴിലുകളെല്ലാം കൃത്യമായി ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കാരണം എന്താണ്? എന്നിട്ട് ഇവൻ ചെയ്യുന്നത് എന്താണ്? ഇവൻ മറ്റു പണികൾ ചെയ്യുകയില്ല. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്യും? തകർന്നു പോകും. അപ്പോൾ സാമ്പത്തിക വ്യവസ്ഥ കൂടണമെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ മാത്രം അധ്വാനിച്ചാൽ പോരാ. ഒരു വീട്ടിലുള്ള ബാക്കിയുള്ളവർ അധ്വാനിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സാമ്പത്തിക ക്രമം വളരെ വലുതായിരിക്കും, മാറി വരും. പക്ഷെ ഇവിടെ അതല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വർത്തമാന പരിവേഷവുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ അത് ഇതുപോലുള്ളൊരു ഓൺലൈൻ ക്ലാസ്സുകളിൽ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, കൂടുതൽ നേരം അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുകയില്ല. ശരിയെങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് മാറാം. അടുത്ത് നമുക്ക് വീണ്ടും നോക്കാം. ലേക്കിൻ ഐസക്കെ ദിനോം തക് ചലത്ത, അങ്ങനെ കുറേ ദിവസം നടന്നു. ഉസ്കെ പങ്കോങ്കി സംഖ്യ ലഗാതാർ ഘട്ടി ചലി ഗയി, അവൻ്റെ ചിറകിൽ ഉള്ള തൂവലുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. അബ് വഹ ഊഞ്ചായിയോം പർ അപ്പന സന്തുലൻ സാത്ത് നഹീം സക്താ ഥാ, ഇപ്പോൾ അവന് ഉയരങ്ങളിലേക്ക്, അവൻ്റെ ആ സ്വാഭാവികമായ സന്തുലിതമായ അവസ്ഥയിൽ അവന് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി. ന ബഹുത്ത് സമയത്തൊക്കെ പങ്ക് ഉസെ സഹാര ദേ സക്തേ थे,
അവന് ചിറകുകൾ ഒരുപാട് സമയം ആകാശത്ത് നിൽക്കാനായിട്ട് അവന് കഴിയാതെ ഒരവസ്ഥയിലേക്ക് വന്നു. അതിന് കഴിയാതായി, പറക്കാൻ കഴിയാതായി. ആകാശയാത്രയ്ക്ക് ദൗരാൻ ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ. ഈ ആകാശയാത്ര ചെയ്യുന്ന സമയത്ത്, പറക്കുന്ന സമയത്ത് അവന് ഇടയ്ക്കിടയ്ക്ക് പർവ്വതങ്ങളിലും പാറക്കഷ്ണങ്ങളിലും ഒക്കെ വന്നിരിക്കേണ്ട ഒരവസ്ഥ വന്നു. ആകാശയാത്രയ്ക്ക് ദൗരാൻ ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു പർവ്വതം കാണുകയാണെങ്കിൽ, അതിൻ്റെ പാറക്കെട്ടുകൾ കാണുകയാണെങ്കിൽ അവിടെ പോയി പറന്നിരിക്കും. കാരണം കൂടുതൽ സമയം പറക്കാൻ പറ്റുന്നില്ല. ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ പേടോങ്കി ചോടിയ, വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ, പിന്നെ ഗുംബദോ അവർ ബുർജോ पर ഹാഫ്തെ ഹുയെ ബൈഠ് ജാനാ പഡ്താ ഹൈ. ഗുംബദോ അവർ ബുർജോ, ഗുംബദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളികളുടെയൊക്കെ മീനാർ മേളിലുള്ള ഏറ്റവും ടോപ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ മേളിൽ വന്ന് പറന്നിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവന് എത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ യാത്ര, അവൻ പറക്കുന്ന സമയത്ത് അവന് പലയിടത്തും വിശ്രമിക്കേണ്ട ഒരവസ്ഥ വന്നു. അതിൻ്റെ കാരണം എന്താ? കാരണം ചിറക് അവന് കൂടുതൽ സഹായം നൽകുന്നില്ല. കാരണം ചിറകിലുണ്ടായിരുന്ന തൂവലുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവന് പറക്കാനുള്ള ഒരു സ്വാഭാവികമായ അവൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു വന്നു. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായി ഓമ്പർ തൈർത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ. അവൻ്റെ കുടുംബത്തിലുള്ളവർ, ഉസ്കെ മിത്ര, അവൻ്റെ മിത്രങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ഉയരങ്ങളിലൊക്കെ പറന്നു പോകുന്നു. ബഹുബഹത്ത് പിച്ചടി ജാത്ത, അവൻ പിറകിലേക്ക് പോയി. അവൻ അവരുടെ കൂടെ എത്താൻ കഴിയുന്നില്ല. കുറച്ച് പറക്കും, എവിടെയെങ്കിലും തങ്ങേണ്ടി വരുന്നു. ഫിർ ഭി ദീമക് ഖാനെ കാ ഉസ്കാ ഷൗക്ക് കം നഹി ഹുവ. എന്നാലും ഈ ദീമക് കഴിക്കുവാനുള്ള അവൻ്റെ ആ താല്പര്യത്തിന് കുറവ് വന്നതേയില്ല. ദീമക് ഖാനെ കാ ഉസ്കാ ഷൗക്ക് കം, അവൻ്റെ ആ ഒരു താല്പര്യം കം നഹി ഹുവ, അത് കുറഞ്ഞതേയില്ല. അവൻ ദിവസവും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ദീമക്കോं के लिए गाड़ी वाला को वह अपने पंख तोड़ तोड़ कर देता रहा. ഈ ചിതലുകൾക്ക് വേണ്ടിയിട്ട് അവൻ തൻ്റെ ചിറക് കുറച്ചായിട്ട് മുറിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. ആർക്ക്? ഗാഡി വാലയ്ക്ക്. ഫിർ ഉസ്നെ സോച്ച, പിന്നീട് അവൻ ആലോചിച്ചു, ആസ്മാൻ മേ ഉടനാഹി ഫിസൂൽഹി. ഈ ആകാശത്ത് ഇങ്ങനെ പറക്കുന്നത് വെറുതെ, ചുമ്മാ എന്തിനു പറന്ന് നടക്കുന്നത്? അത് മൂർഖോं का काम है, അതൊക്കെ വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് എഴുതിക്ക് അബ് വഹ ആസ്മാൻ മേ ഉടുകി നഹി സക്താ ഥാ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴവന് ആകാശത്ത് പറക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഉസ്കി ഹാലത്ത് എന്ന് പറഞ്ഞ അവസ്ഥ, അവൻ്റെ അവസ്ഥ ആകാശത്ത് പറക്കാൻ പറ്റുന്നതിൽ നിന്ന് മാറി. ഇനി പറക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വന്നു. അപ്പോഴേക്ക് അവൻ ചിന്തിച്ചിരിക്കുന്നത് എന്താണ്? ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെന്താണ്? ആകാശത്ത് പറക്കുന്നവരെല്ലാം വിഡ്ഢികളാണ്, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഇതേ താഴെ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്തയിലേക്ക് വന്നു. സ്വാഭാവികമാണ്, സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ നമുക്കതങ്ങനെ കാണാൻ പറ്റും. സമൂഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. കാരണം വെറുതെ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ, ജോലി ചെയ്യേണ്ടല്ലോ. ആ ഒരു ചിന്താഗതിയുള്ള ഒത്തിരി പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ആസ്മാൻ മേ ഉടുകി നഹി സർ വഹ് സിർഫ് ഏക് പേട് സെ ഉടുക്കർ ദൂസരെ പേട് തക് പഹുഞ്ച് ജാത. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകാനുള്ള കഴിവ് വരെ ആയി. ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരുന്ന പക്ഷിയാണ്. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഭി കം ഹോത്തി ഹൈ. പതിയെ പതിയെ അവൻ്റെ ആ ഒരു ശക്തിയും ക്ഷയിച്ചു തുടങ്ങി. और एक समय वह आया, പിന്നീട് ആ സമയം വന്നെത്തിയെന്ന്. ജബ് വഹ് ബഡി മുഷ്കിൽ സെ, വളരെ പ്രയാസപ്പെട്ട്, പേടിക്ക് ഏക്ക് ഡാൽ സെ, ഒരു കൊമ്പിൽ നിന്ന്, ലഗി ഹുയി ദൂസരി ഡാൽ പർ ചൽക്കർ ഫുദക് കർ പഹുഞ്ചത, ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് എത്താനായിട്ട് ചാടി എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. പറന്നെത്തിയതല്ല, ഫുദക് കർ, ചാടി എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ലേക്കിൻ ദീമക് ഖാനെ കാ ഷൗക്ക് നഹി ചൂട്ട. എന്നാലും എന്തുപേക്ഷിച്ചില്ല? ദീമക് ഖാനെ കാ ഷൗക്ക് നഹി ചൂട്ട. ഈ ചിതൽ കഴിക്കുന്ന അവൻ്റെ ആ ഒരു താല്പര്യത്തെ അവൻ എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ല. ചത്താലും വിടൂലെന്നാണ്. ബീച്ച് മെയും ഗാഡിവാല ബുദ്ധാ ദേ ജാത്ത, ഇടയ്ക്കിടയ്ക്ക് ഗാഡിവാല വരും, അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. വഹ് നസർ മേ നാഥ, പിന്നീട് അയാളെ കാണാനില്ല കുറച്ച് ദിവസം. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഖുൽത്താ രഹ. പക്ഷി ഈ ഗാഡിവാല എന്ത് ചെയ്തു? ഇന്തസാർ കർണേ ലഗ, പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. വേറെ ഭക്ഷണമൊന്നുമില്ല, ഗാഡിവാല വന്നാലേ ഭക്ഷണം കിട്ടും. ലേക്കിൻ ദീമക്കോं का शौक जो उसे था उसने सोचा. പക്ഷേ ആ ദീമക്ക് കഴിക്കാനുള്ള ആ ഒരു താല്പര്യം കൊണ്ട് അവൻ ഇരുന്ന് ആലോചിച്ചു, മേ ഖുദ് ദീമക്കെ ढूंढेगा. ഗാഡിവാലയെ കാണാനില്ല, ഇനി എന്തായാലും സ്വയം എന്തന്വേഷിക്കാം? ദീമക്ക് അന്വേഷിക്കാം. മേ ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം,
दीमक ढूंढूंगा, दीमक അന്വേഷിക്കാം. इसलिए वह पेड़ पर से उतर कर जमीन पर आ गया. ആ വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി എവിടെ എത്തി? സമീനിലെത്തി, തറയിലെത്തി. और घास के एक लहराते गुच्छे में, ഒരു ഈ പുല്ലെല്ലാം കൂടി നടക്കുന്ന ഒരുപാട് പുൽച്ചെടികളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം, അതിൻ്റെ ഒരു ഗുച്ഛ കൂട്ടം, അതിൻ്റെ ഇടയിലേക്ക് സിമട്ട് കർ ബൈठ गया, അതിനിടയിലേക്ക് പോയി ഒതുങ്ങിയിരുന്നു. फिर एक दिन पक्षी के जी में न मालूम क्या आया, वह खूब मेहनत से जमीन में से दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. എപ്പോഴോ അവനൊരു ചിന്ത വന്നു. അവൻ എന്ത് ചെയ്തു? ഖൂബ് മെഹനത്ത് സെ, വളരെയധികം നല്ല രീതിയിൽ മെഹനത്തോടുകൂടി കഠിന അധ്വാനം ചെയ്ത്, സമീൻ മെയിം സെ ദീമക്കൻ ചുൻ ചുൻകർ, ഭൂമിയിൽ നിന്നും അവൻ എന്ത് ചെയ്തു? ചിതലുകളെ ശേഖരിച്ചു തുടങ്ങി. ഖാനേക്കെ ബജായി, അതിനെ കഴിക്കുന്നതിന് പകരം, ഖാനേക്കെ ബജായി ഉന്നെ ഇക്കട്ടാ കർണയിലക, അതിനെ ശേഖരിക്കാൻ തുടങ്ങി. ഇക്കട്ടാ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഖരിക്കുക. അതെപ്പോഴും അവന് തോന്നി എന്ത് ചെയ്യാം, ഇത് ശേഖരിച്ചു വയ്ക്കാം. अब उसके बस दीमकों के ढेर के ढेर हो गए. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ എന്ത് ചെയ്തു? കഴിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, പകരം ദീമക്കിനെ ശേഖരിച്ചു. അങ്ങനെ ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു നല്ല ഒരു കുമ്പാരമായിട്ട് ചിതൽ കിട്ടി. അവൻ നല്ല രീതിയിൽ ശേഖരിച്ചു വെച്ചു. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. പെട്ടെന്നൊരു ദിവസം ആ ഗാഡി വാലയെ കണ്ടു. ആ വണ്ടിക്കാരൻ വന്നു. പക്ഷിക്ക് ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. उसने पुकार कर कहा, അവൻ ഉടനെ ആ ഗാഡി വാലയെ വിളിച്ചു. ഗാഡി വാലേ, ഓ ഗാഡി വാലേ, मैं कब से तुम्हारा इंतजार कर रहा था, ഞാൻ എത്ര നാളായി നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. कब से तुम्हारा इंतजार कर रहा था. पहचानी आवाज सुनकर गाड़ी वाला रुक गया. നല്ല പരിചയമുള്ള സൗണ്ട് കേട്ട് ഗാഡി വാല നിന്നു. पहचानी आवाज सुनकर गाड़ी वाला रुक गया, നിന്നു. तब पक्षी ने कहा, അപ്പോൾ ഈ പക്ഷി പറഞ്ഞു, देखो मैंने कितनी सारी दीमकें जमा कर ली है. ഇനി നോക്കിയേ, ഞാൻ എന്തുമാത്രം ദീമക്ക ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. കിത്തനി സാരി ദീമക്കൻ ജമാക്കർ, ജമാക്കറിന ശേഖരിക്കുക. ഞാൻ എന്തുമാത്രം ദീമക്കാണ് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഗാഡി വാലേക്കോ പക്ഷിക്ക് ബാത് സമജ് മേ നഹി ആയി. ഗാഡി വാലയ്ക്ക് പക്ഷി പറയുന്നത് പോലും മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ, ആ ഗാഡി വാല പറഞ്ഞു, തോ മേ ക്യാ കരു, അതിന് ഞാൻ എന്ത് ചെയ്യാനാ, നീ ശേഖരിച്ച് വെച്ചെങ്കിൽ നീ തന്നെ എടുത്തോ, ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞു, ഏ മേരി ദീപക്കല്ലേലോ. അപ്പോൾ പക്ഷി പറയാണ്, ഞാൻ ഈ ദീമക്കുകൾ തരാം, ഇതെടുത്തോളൂ. അവർ മേരെ പങ്ക് മുझे വാപ്പസ് കർത്തോ, എൻ്റെ ആ ചിറക് എനിക്ക് തിരിച്ചു തരും, എൻ്റെ തോലുകളെല്ലാം എനിക്ക് തിരിച്ചു തരും. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി പറഞ്ഞു. ഗാഡി വാല ഠിടാക്കർ ഹസ്പട, ഗാഡി വാല പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ ബേവക്കോ, അയാൾ പറഞ്ഞു, എടാ ബേവക്കോ, എടാ വിഡ്ഢി, मैं ദീമക്കെ ബദലെ പങ്ക് ലേത്താ ഹൂം, ഞാൻ ഈ ചിതല് കൊടുത്തിട്ട് ഞാൻ ചിറക് വാങ്ങും, പക്ഷേ പങ്കക്ക് ബദലെ ദീമക് നഹി, ചിറകിന് പകരം എന്ത് കൊടുക്കുകയില്ല, എന്ത് വാങ്ങുകയില്ല, ദീമക്ക് വാങ്ങുകയില്ല. ഗാഡി വാലനെ പങ്ക് ശബ്ദ് ബഹുത്ത് സോർ സെ ദിയാ ഥ. ഗാഡി വാല പങ്ക് എന്ന് പറയുന്ന സൗണ്ട് ഒരല്പം ഉച്ചത്തിലാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബേവക്കൂഫ് മെയിൻ ദീമക്കെ ബദലെ പങ്ക് ലേത്താ ഹൂ, ഞാൻ ചിതലുകൾക്ക് പകരം എന്ത് വാങ്ങും? ചിറക് വാങ്ങും. ലേക്കിൻ പങ്ക് ബദലെ ദീമക് നഹി, ചിറകിന് പകരം എന്ത് വാങ്ങൂല, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. അവർ ഗാഡിവാല ചലാകെ, ഗാഡിവാല അവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷി ചട്പടാക്കറുക, പക്ഷി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്വാഭാവികമായി തൻ്റെ ശരീരത്തിൽ പറക്കാനുള്ളൊരു കഴിവിനെ നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ വണ്ടിക്കാരന് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഏകദിനേക്ക് കാലി ബില്ലിയായി. ഒരു ദിവസം അതുവഴി ഒരു പൂച്ച കടന്നു വന്നു, ഒരു കറുത്ത പൂച്ച. അവർ അപ്പനെ മുഖമേ ഉസേ ദബാക്കർ ചലിയുകയും, അത് ഈ പക്ഷിയെയും കടിച്ചുകൊണ്ട് കടന്നുപോയി അതുവഴി. തബ് ഉസ് പക്ഷി കാ ഖൂൻ ടബക് ടബക് കർ സമീൻ പർ ബൂന്തോं की ലക്കീർ ബനാ രഹാ था. അപ്പോഴാ പക്ഷിയുടെ രക്തം, ഖൂൻ, ഖൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം. ആ പക്ഷിയുടെ ഖൂൻ ടബക് ടബക് കർ സമീൻ പർ ബൂന്തോं की ലക്കീർ ബനാ രഹാ था. ഓരോ തുള്ളിയായിട്ട് വീണ് 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 പൂച്ച പോയെടുത്തൊരു ലക്കീർ, ഒരു വര തന്നെയായിരുന്നു. അവിടെ ആ പക്ഷിയുടെ ജീവിതം അവസാനിച്ചു. നമുക്കൊരു സന്ദേശം കൂടെ ഇതിനകത്ത് തരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുതിർന്നവർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണമെന്നുള്ളത്. മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇതിൻ്റെ മറ്റ് ബാക്കി ഭാഗങ്ങളിലേക്കും അല്ല, കഥ തീർന്നു. ഇതിൻ്റെ ബാക്കി വർക്കുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.
തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.